السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، رب يسر ولا تعسر وتمم بالخير وبك نستعين يا فتاح رب زدني علما رب زدني علما رب زدني علما. الحمد لله. حفظ القرآن سورة الماعون പാർട്ട് 16 സ്റ്റഡി 1. ഒന്നാം ക്ലാസ് കുട്ടികളെ, എല്ലാവർക്കും സുഖമാണോ? സന്തോഷമാണോ? യു ആർ ഹാപ്പി? മാഷാ അല്ലാഹ്. നിങ്ങൾ പഠിപ്പിക്കുന്ന ഈ ഉസ്താദ് അത്തീഖ് ഉസ്താദാണ്. എല്ലാവർക്കും ഇഷ്ടമല്ലേ? പഠിപ്പിക്കുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ? കുറച്ചാണ് പഠിപ്പിക്കുന്നത്. നിങ്ങളുടെ സൗകര്യത്തിന് വേണ്ടി നമ്മളുടെ കൊച്ചുമക്കളില്ലേ, പഠിപ്പിക്കുന്നത് നിങ്ങൾക്കും പഠിക്കാൻ കാണാതെ പഠിക്കണം. അതുകൊണ്ട് 2 ആയത്തോ 3 ആയത്തോ അങ്ങനെ ഞാൻ കുറച്ച് പഠിപ്പിക്കുകയാണ്. അല്ലേ? എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടോ പഠിപ്പിക്കുന്നത്? ഓക്കെ. ഉസ്താദിൻ്റെ ക്ലാസ് എല്ലാവർക്കും താല്പര്യമാണോ? ഇഷ്ടമാണോ? മാഷാ അല്ലാഹ്. അള്ളാഹു നിങ്ങളെ കബൂലാക്കട്ടെ. കാരണം ഖുർആനാണ്. അള്ളാഹു നമുക്ക് ഖുർആൻ അവൻ്റെ ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അള്ളാഹു പഠിക്കാനും പഠിപ്പിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ. എല്ലാവരും ആമീൻ പറയണേ. ആമീൻ. അൽഹംദുലില്ലാഹ്. നമ്മളുടെ കൊച്ചുമക്കൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൂടി കഴിഞ്ഞ 15 ക്ലാസ്സുകളിൽ ഏകദേശം 7 സൂറത്തുകൾ പഠിച്ചു. അല്ലേ മക്കളെ? അല്ലേ? 7 സൂറത്തുകൾ നമ്മൾ പഠിച്ചു. എല്ലാവരും കാണാതെ പഠിച്ചോ? കാണാതും പഠിക്കണം. മനസ്സിലായല്ലോ? അശ്രദ്ധ കാണിക്കരുത്. കൊച്ചുമക്കളില്ലേ, നമ്മൾ കൊച്ചു മുതലേ കാണാതെ പഠിക്കാൻ തുടങ്ങണം. എങ്കിലേ നമ്മളുടെ ബുദ്ധിയില്ലേ അള്ളാഹു ഇനി വേഗം അള്ളാഹു നമ്മളുടെ ബുദ്ധി എന്താ ചെയ്യും? വളർത്തും. മനസ്സിലായില്ലേ? പിന്നെ നമ്മളുടെ ബുദ്ധിയുടെ കപ്പാസിറ്റി അള്ളാഹു കൂട്ടും. മനസ്സിലായോ? അപ്പോൾ ഖുർആനിൻ്റെ ബർക്കത്ത് കൊണ്ട് നമ്മൾ ബാക്കി വിഷയങ്ങൾ, ഖുർആൻ അല്ലാത്ത വിഷയങ്ങൾ നമുക്ക് അള്ളാഹു എന്താ ചെയ്യും? അത് പഠിക്കാൻ എളുപ്പമാക്കും. പഠിക്കുന്ന കാര്യങ്ങൾ അള്ളാഹു നമുക്ക് ഓർമ്മ വയ്ക്കും. മനസ്സിലായല്ലോ? അപ്പോൾ അൽഹംദുലില്ലാ 7 സൂറത്തുകൾ മനസ്സിലായില്ലേ? സൂറത്തുൽ കൗസർ വരെ, നാസ് മുതൽ കൗസർ വരെ ഉള്ള 7 സൂറത്തുകൾ നമ്മൾ പഠിച്ചു. അൽഹംദുലില്ലാ, അള്ളാഹിൻ്റെ ഫളലാണ്. ഇനി അടുത്ത് 8ാമത്തെ സൂറത്ത്, നാസ് മുതലുള്ള 8ാമത്തെ സൂറത്ത് സൂറത്തുൽ മാഊൻ ആണ്. ഇന്ന് 2 ആയത്തുകൾ ഇൻഷാല്ലാ പഠിപ്പിക്കാം. 2 ആയത്തുകൾ. മനസ്സിലായില്ലേ? കൊച്ചുമക്കളില്ലേ? അപ്പോൾ 2 ആയത്ത് വീതം ഞാൻ ഇൻഷാല്ലാ പഠിപ്പിക്കും. അപ്പോൾ അതനുസരിച്ച് എല്ലാ കുട്ടികളും അത് കാണാതെ തന്നെ പഠിക്കണം കേട്ടോ. നിസ്കാരത്തിന് കൂടി ഓതുക. മനസ്സിലായില്ലേ? അല്ലാതും നിങ്ങൾ ഫ്രീ ഉള്ള സമയം ഈ സൂറത്തുകൾ എപ്പോഴും ഓതിക്കൊണ്ടേയിരിക്കുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇന്നത്തെ പാഠം തുടങ്ങുന്നതിന് മുമ്പ് കഴിഞ്ഞ ക്ലാസ്സിൻ്റെ റിവിഷൻ സൂറത്തുൽ കൗസറിൻ്റെ 2 ആയത്ത് മനസ്സിലായില്ലേ? 2ാമത്തെ ആയത്തും 3ാമത്തെ ആയത്തും ഞാനിപ്പോൾ ഇൻഷാല്ലാ ഓതി കാണിക്കും. എല്ലാ കുട്ടികളും ശ്രദ്ധിക്കണേ. അപ്പോൾ അതിന് മുമ്പായിട്ട് നിങ്ങൾക്ക് തന്ന ഈ ഖായിദ അല്ലെങ്കിൽ ഖുർആൻ അല്ലെങ്കിൽ സ്കൂളിൽ തന്ന അമ്മ ജ്യൂസ് ഉണ്ടെങ്കിൽ അത് എടുത്ത് എന്താ ചെയ്യുക? ഈ സൂറത്തുൽ കൗസറിൻ്റെ റിവിഷൻ 2ഉം 3ഉം 2 ആയത്തുകൾ ശ്രദ്ധിക്കുക. തുടങ്ങാമോ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫസല്ലി ലിറബ്ബിക വൻഹർ. ഫസല്ലി ലിറബ്ബിക വൻഹർ. إن شانئك هو الأبتر إن
ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. സദഖല്ലാഹുൽ അസീം. അൽഹംദുലില്ലാഹ്, റിവിഷൻ കഴിഞ്ഞു. ഇനി അടുത്ത് ഇന്നത്തെ ക്ലാസ്സിൻ്റെ 2 ആയത്തുകൾ ഞാൻ ഓതുകയാണ്. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കുക. സൂറത്തുൽ മാഊൻ 1-ാമത്തെ ആയത്തും 2-ാമത്തെ ആയത്ത് കേട്ടോ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم. I will repeat once more. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم. 2 പ്രാവശ്യം ഓതി ഇല്ലേ? എല്ലാവരും കേട്ടല്ലേ? കുട്ടികൾക്ക് മനസ്സിലായോ? അതിൻ്റെ ഉച്ചാരണവും അതിൻ്റെ അക്ഷരങ്ങളുടെ ഉച്ചരിക്കുന്ന രീതിയും ഖുർആൻ ഓതുന്ന ശൈലിയും മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ അടുത്ത് 3-ാമത് പ്രാവശ്യം ഓതും. നിങ്ങൾ എന്താ ചെയ്യുക? എൻ്റെ കൂടെ ഓതുക. എല്ലാവരും ഓതോ? മനസ്സിലായോ? തുടങ്ങാമോ? ഓക്കെ, സ്റ്റാർട്ട്. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أرأيت الذي يكذب بالدين أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم فذلك الذي يدع اليتيم. صدق الله العظيم. അൽഹംദുലില്ലാഹ്. ഇന്നത്തെ ക്ലാസ്സിൻ്റെ 2 ആയത്തുകൾ 3 പ്രാവശ്യം ഞാൻ ഓതി കാണിച്ചു. നിങ്ങളും ഓതി. അപ്പോൾ ഇനി ഞാൻ ഈ 2 ആയത്തുകൾ ബോർഡിനകത്ത് എഴുതി നിങ്ങൾക്ക് അതിൻ്റെ നിയമങ്ങൾ കൂടി വ്യക്തമാക്കും. ഇനി നിങ്ങൾ ബോർഡ് ശ്രദ്ധിക്കുക കേട്ടോ. ബോർഡ് ശ്രദ്ധിക്കണം. സൂറത്തുൽ മാഊൻ ആയത്ത് 1-ാമത്തെ ആയത്ത്. അറഅയ്തല്ലദീ അറ ഐ അറ ഐ തൽ അറഅയ്തല്ലദീ أرأيت الذي يكذب بالدين بالدين ബിദ്ദീനി 1-ാമത്തെ ആയത്താണ്. നോക്ക്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അറ റ എന്നല്ല, കട്ടി ഉച്ചരിക്കണം. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. അപ്പോൾ ഇതിൻ്റെ അക്ഷരങ്ങൾ ശ്രദ്ധിക്കാം. അറഅയ്ത എന്താ ഉണ്ട്? ഹംസ, റ, ഹംസ, യാ, ത അല്ലേ? അടുത്ത് അല്ലദി. ഇത് അല്ലദി ഒറ്റയ്ക്ക് പറയുമ്പോൾ അല്ലദി ഹംസ ചേർത്ത് പറയും. ചേർത്ത് പറയുമ്പോൾ ഈ അലിഫ് ഉച്ചരിക്കുകയില്ല. മനസ്സിലായില്ലേ? അല്ലദി അലിഫ് ലാം ദാൽ യാ. മനസ്സിലായില്ലേ? ഇവിടെ ഷദ്ദുള്ളത് കൊണ്ട് ലാം 2 എണ്ണമാണ്. അലിഫ് ലാം ദാൽ
യാ. മനസ്സിലായല്ലോ. അടുത്ത് യുഖദ്ദിബു. യാ കാഫ്. കാഫ് ഇങ്ങനെ എഴുതാം, ഇങ്ങനെ കൂടി എഴുതാം. മനസ്സിലായില്ലേ? കാഫ് ദാൽ, ഇന്നും കൂടി ദാൽ, ബാ. മനസ്സിലായില്ലേ? യുഖദ്ദിബു. ബിദ്ദീൻ. ബാ അലിഫ് ലാം ദാൽ ദാൽ യാ നോൻ. മനസ്സിലായില്ലേ? ബിദ്ദീൻ. ബാ അലിഫ്, രണ്ട് അലിഫാണ്. ബാ അലിഫ് അലിഫ് ലാം ദാൽ ദാൽ യാ നോൻ. മനസ്സിലായോ? അക്ഷരങ്ങൾ വ്യക്തമായോ? അപ്പോൾ ഇനി നമ്മൾ ഹർക്കത്ത് ശ്രദ്ധിക്കാം. മനസ്സിലായില്ലേ? അറ ഐത്ത. അ ഹംസയ്ക്ക് ഫതഹ് അല്ലേ, റായ്ക്ക് ഫതഹ്, പിന്നെ ഹംസയ്ക്ക് ഫതഹ്, യായിന് സുക്കൂൻ, തായ്ക്ക് ഫതഹ്. മനസ്സിലായോ? ഹംസ ഫതഹ് അ, റാ ഫതഹ് റാ, ആ റാ ആ റാ, ഹംസ യാ ഫതഹ് ഐ, ആ റാ ഐ, താ ഫതഹ് ത, ആ റാ ഐ ത, ആ റാ ഐ ത, ആ റാ ഐ ത. പഠിച്ചോ? അടുത്ത് അറഅയ് തല്ലദി. തല്ലദി താ ലാം ഫതഹ് തൽ, ലാം ഫതഹ് ല, ദാൽ യാക്കി സദ്ദി, ദാൽ യാക്കി സദ്ദി. അറഅയ് അറഅയ് തല്ലദി തല്ലദി, താ ലാം ഫതഹ് തൽ, ലാം ഫതഹ് ല, തല്ല, ദാൽ യാക്കി സദ്ദി. അറഅയ് തല്ലദി. പറ, എൻ്റെ കൂടെ പറ. അറഅയ്തല്ലദീ. മനസ്സിലായോ? വീണ്ടും പറയാൻ. അറഅയ്തല്ലദീ. ഓക്കെ. അടുത്ത് യുകദ്ദിബു ബിദ്ദീൻ. യുകദ്ദിബു യായിന് ലമ്മ്, കാഫിന് ഫതഹ്, ദാലിന് സുക്കൂൻ, യുകദ്. അടുത്ത ദാലിന് കിസർ, ബായ്ക്ക് ലമ്മ്. മനസ്സിലായല്ലോ? ഇവിടെ ദാലിന് ഷദ്ദുണ്ട്. ഷദ്ദുണ്ടെങ്കിൽ രണ്ട് അക്ഷരമാണ്, അതുകൊണ്ട് ഇവിടെ രണ്ട് ദാലിനാണ് എഴുതിയിട്ടുള്ളത്. യുഖദ്ദിബു, യാ ലം യു, കാഫ് ദാൽ ഫതഹ് കദ്, യുഖദ്, ദാൽ കിസദി, യുഖദ്ദി, ബാ ലംബു, യുഖദ്ദിബു. മനസ്സിലായില്ലേ? അറഅയ്തല്ലദീ യുഖദ്ദിബു ബിദ്ദീൻ. ബിദ്ദീൻ നോക്ക്, ബായ്ക്ക് കിസർ. മനസ്സിലായില്ലേ? ദാലിനെ സുക്കൂൻ, അടുത്ത ദാലിനെ കിസർ, യായ്ക്ക് സുക്കൂൻ, നൂനെ കിസർ. മനസ്സിലായില്ലേ? ബിദ്ദീനി. ഇപ്പോൾ ബാ ദാൽ കിസർ ബിദ്, ദാൽ കിസർ ദി, ബിദ്ദീ, നൂൻ കിസർ നീ, ബിദ്ദീനി. മനസ്സിലായോ? ഇവിടെ ബാന് ശേഷം അലിഫും അലിഫും ലാമും ഈ മൂന്ന് അക്ഷരങ്ങൾ ഉച്ചരിക്കുന്നില്ല. മനസ്സിലായോ? ഞാൻ ഇവിടെ വരയിടാം. ഇവിടെ ഉച്ചരിക്കുന്നില്ല. ഈ മൂന്ന് അക്ഷരങ്ങൾ എന്താ ചെയ്യുന്നില്ല? ഉച്ചരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉച്ചരിക്കാത്തത്? വെറുതെ ആണോ? ഇല്ല, അതിൻ്റെ നിയമങ്ങളുണ്ട്. മനസ്സിലായില്ലേ? ബിദ്ദീൻ, ബാലിന് ശേഷമുള്ള അലിഫ്, പിന്നെ ബാന് ശേഷമുള്ള അലിഫ്. മനസ്സിലായില്ലേ? ഇവിടെ ബായ്ക്ക് ശേഷം ഒരലിഫും ലാമും, രണ്ട് അലിഫല്ല, തെറ്റിപ്പോയതാ. ബാ അലിഫ് ലാം. മനസ്സിലായില്ലേ? ബാ അലിഫ് ലാം. അപ്പോൾ ഇവിടെ ബാന് ശേഷം അലിഫ് ലാം ഉച്ചരിക്കുന്നില്ല. എന്തുകൊണ്ടാണ് ഉച്ചരിക്കാത്തത്? മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ് ഉച്ചരിക്കാത്തത്? കാരണം നമ്മൾ ഷംസിയായ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഷംസിയായ അക്ഷരങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഷംസിയ അക്ഷരങ്ങളുടെ നിയമം എന്താ പറഞ്ഞാൽ, ഷംസിയായ അക്ഷരങ്ങളുടെ ആരംഭത്തിൽ അലിഫ് ലാം ഉണ്ടെങ്കിൽ അലിഫും ലാമും ഉച്ചരിക്കുകയില്ല. പക്ഷേ ശേഷമുള്ള അക്ഷരത്തിന് ഷദ്ദ് കൊടുത്ത് ഉച്ചരിക്കും. മനസ്സിലായില്ലേ? ഇത് പാഠം 15 ആണ്. കായികക്കകത്ത് എടുത്ത് നോക്കി നിങ്ങൾക്ക് മനസ്സിലാവും. ഷംസി ഖമറി. മനസ്സിലായില്ലേ? എല്ലാ കുട്ടികൾക്ക് കായിക അറിയാം. പിന്നെ ഞാൻ ഓർക്കാൻ വേണ്ടിയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇവിടെ അലിഫും ലാമും ഉച്ചരിക്കുകയില്ല. ബിദ്ദീൻ, ബാനെ ദാലിനെ ഡയറക്റ്റ് ഉച്ചരിക്കും, അലിഫ് ലാം ഉച്ചരിക്കുകയില്ല, സൈലൻ്റ് ആണ്. മനസ്സിലായല്ലോ? നോക്ക്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ. മനസ്സിലായോ? ഇതിൻ്റെ അക്ഷരങ്ങളും ഇതിൻ്റെ നിയമങ്ങളും ഒക്കെ മനസ്സിലായി.
അപ്പോൾ അൽഹംദുലില്ലാ ഇന്നത്തെ ക്ലാസ്സിൽ 2 ആയത്താണ് പഠിപ്പിക്കാൻ പറഞ്ഞത്. പക്ഷേ സമയത്തിൻ്റെ ചുരുക്കി ഞാൻ എന്താ ചെയ്ത് ഒരായത്ത് പഠിപ്പിച്ചു. ഇനി ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടി നമുക്ക് ബാക്കിയുള്ള ആയത്തുകൾ മനസ്സിലായി പഠിപ്പിക്കാം. അപ്പോൾ കുട്ടികൾ ഇന്നത്തെ ക്ലാസ്സിൽ ഒരായത്ത് പഠിപ്പിച്ചു. ഇത് നിങ്ങൾ ഒരായത്തില്ലേ കൊച്ചായത്തേ ഉള്ളൂ. എന്താ ചെയ്യുക? കാണാതെ പഠിക്കുക, കണ്ടും പഠിക്കുക. മനസ്സിലായോ? അൽഹംദുലില്ലാ ഇന്നത്തെ ക്ലാസ് ഞാൻ അവസാനിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളുടെ ക്ലാസ് സ്വീകരിക്കട്ടെ. ആമീൻ. വ ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.